രണ്ടുപേരും ഇതിനകത്ത് ഡിറ്റാച്ച് ആവാൻ താല്പര്യപ്പെടുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡ് ക്ലിയർ ആണ്, പക്ഷെ നിങ്ങൾ സ്റ്റക്ക് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റക്നെസ് കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടും ജെനുവിൻലി ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയായിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നമുണ്ടായിരിക്കാം, ഇവരുടെ ഫാമിലിയിൽ പ്രശ്നമുണ്ടായിരിക്കും. ഈ പ്രശ്നമുള്ളത് കൊണ്ട് പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ടൈപ്പ് ആയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എനർജിയിൽ നിന്നതായിരിക്കാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു പേഴ്സന്റെ മെസ്സേജ് വരുന്നു, ഇറ്റ്സ് നോട്ട് വർത്ത്, നമുക്ക് ഈ കണക്ഷൻ ബ്രേക്കപ്പ് ചെയ്ത് കളയാമെന്ന് ഈ പേഴ്സൺ പറയുന്നു. അങ്ങനത്തെ എനർജി. പക്ഷേ ഈ ഒരു പേഴ്സണ് ഇതൊരിക്കലും ബ്രേക്കപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ വളരെയധികം അട്രാക്റ്റഡ് ആണെന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും തന്റെ ജീവിതത്തിലേക്ക് ഒരു മാരിഡ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും ആൻഡ് ഫ്രം ദിസ് ലവർ കാർഡ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായുള്ള അട്രാക്ഷനും അഫെക്ഷനും ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷൻ ഉണ്ടോ, നിങ്ങൾ ഈ ഒരു പേഴ്സണെ എത്രത്തോളം മിസ് ചെയ്യോ അത്രത്തോളം ഈ ഒരു പേഴ്സണും മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്റ്റേബിൾ കണക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഈ പേഴ്സണുണ്ട്. 2 ഓഫ് കപ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ കൈൻഡ് ഓഫ് ഇക്വാലിറ്റി എനർജി ഉണ്ട്, നിങ്ങൾ പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നവരാണെന്നതാണ് കാണുന്നത്. ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടില്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സോണിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഇൻ ഫ്യൂച്ചർ ഈ ഒരു പേഴ്സണെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. നിങ്ങളുടെ എനർജി എന്താണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ ഒരു പോസസീവ് എനർജി വരുന്നുണ്ട്, പക്ഷെ എന്നാലും അതൊരിക്കലും നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയുമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ പേഴ്സൺ ആണ് പലപ്പോഴും ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എനിക്ക് തോന്നുന്നു കണ്ടോ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണ് ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കണം, അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജി സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് പോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് തോന്നുന്നു. അതേ കൈൻഡ് ഓഫ് എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കാണുന്നത്. അതായത് നിങ്ങളെയും കൂട്ടി ദൂരെ എവിടെയെങ്കിലും പോകണം, അതായത് പരസ്പരം നിങ്ങളെ അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകണം, അവിടെയാണ് ഫ്രീഡം ഉള്ളത്. അല്ലെങ്കിൽ ഒരു പറ്റം നിങ്ങളെ അറിയുന്ന ആൾക്കാരുടെ കൂടെ നിന്നാൽ എപ്പോഴും വഴക്കും പ്രശ്നവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുള്ള വഴക്കും വിദ്വേഷവും മാനിപ്പുലേഷനും കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഇമോഷണൽ ആയി ഈ ഒരു പേഴ്സൺ ഡിസിഷൻ എടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പാളിപ്പോകും. മേ ബി മദർ എനർജിയോ ഫാദർ എനർജിയോ ഒക്കെ ആയിരിക്കാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇമോഷണൽ ആയ ഒരു ഡിസിഷൻ എടുത്താൽ ഈ റിലേഷൻഷിപ്പ് തള്ളിപ്പോകും എന്നൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ